ജയേന്ദ്രൻ ചിരിക്ക് വക നൽകുന്ന ഒന്നായിരുന്നു ഇന്ന് എം.വി. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം എന്നുള്ളത്. ഒരു വേള മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കേണ്ടി വന്നു മലയാളത്തിൽ പറയുക എന്ന്. കാരണം അദ്ദേഹം എല്ലാം പറഞ്ഞു കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വരുന്നില്ല. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയാണല്ലോ സ്ഥാനാർത്ഥികൾ നടന്നത്. അതിൽ വ്യക്തിപരമായിട്ട് എനിക്കോ മറ്റാർക്കെങ്കിലുമോ അല്ല, സംഘടനയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ആ സ്വയം വിമർശനം നടത്തുന്നു. സംശയമൊന്നുമില്ലല്ലേ? 1ഉം 2ഉം UPA സർക്കാരുകൾക്ക് ശേഷം 2014 കോൺഗ്രസ് പാർലമെന്റിലേക്ക് തോൽക്കുമ്പോൾ 2014 കിട്ടിയത് 44 സീറ്റാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഹരി, 2014ലോ 2019ലോ 2024ലോ എന്താണ് നിങ്ങളുടെ തോൽവിയുടെ കാരണം? എന്ന് പഠിക്കാൻ നിങ്ങളുടെ നേതൃത്വം AICC എന്തെങ്കിലും ഒരു ചെറിയ പരിശ്രമം പോലും നടത്തിയിട്ടുണ്ടോ? കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ ദയനീയമായി ചതഞ്ഞരഞ്ഞ് തോൽക്കുകയായിരുന്നല്ലോ 2014ലും 2019ലും. അങ്ങനെ ചതഞ്ഞരയ്ക്കപ്പെടുമ്പോഴെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ തോറ്റു വേണ്ടേ? എത്ര അവർക്കെതിരെയുള്ള പ്രശ്നത്തെ പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ ഉത്തരം പറയാനുള്ള കഴിവ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക്, അതിൻ്റെ വക്താക്കൾക്ക് ജന്മനാ ലഭിച്ചിട്ടുള്ളതാണ്. ഹാറ്റ്സ് ഓഫ്. സാമാന്യ ഉത്തരവാദിത്വമല്ലേ, മര്യാദയുടെ പ്രശ്നമല്ല. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമല്ലേ അത്? ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വശം കൂടെയല്ലേ അത്? നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? ഇന്നേ വരെ ചെയ്യില്ല. ഇപ്പൊ ഞാൻ ഇനി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. തോൽവി ഉണ്ടായി എന്നും തോൽവിയുടെ ഉത്തരവാദിത്വത്തിൽ പാർട്ടിക്ക് ഗോവിന്ദമാഷ് പറഞ്ഞ ഭാഷ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകമല്ല, ഏറ്റവും താഴെ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ ഘടകങ്ങളും അതിന് ഉത്തരവാദികളാണ് എന്ന് തന്നെയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. വെള്ളാപ്പള്ളിയെ വേണ്ട വിധം തിരുത്താത്തത് വൻ വീഴ്ച തന്നെ. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ സക്രിയമായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് ഞങ്ങൾ സ്വയം വിമർശനമായിട്ട് കാണുകയാണ്. അപ്പോ CPMന്റെ ഈ ഇപ്പോഴത്തെ വലിയ ജനങ്ങൾ നൽകിയ വലിയ ശിക്ഷയ്ക്ക് നിദാനമായത് അവരുടെ തന്നെ കുഴപ്പങ്ങളാണ് എന്ന് സമ്മതിക്കാനെങ്കിലും പ്രാഥമികമായിട്ട് ആ നേതാവ് തയ്യാറായല്ലോ. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് RDPക്ക് വലിയ ക്ഷീണമായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് കാണണം. കേരളത്തിലെ തോൽവികളും അങ്ങനെ പഠിക്കാറുള്ളതാണല്ലോ. ഓരോ സംസ്ഥാനങ്ങളിലെ തോൽവിയും പഠിക്കാറുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഠിക്കാറുള്ളതാണല്ലോ. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പെട്ടെന്ന് എങ്ങനെയാണ് ഇത് CPM മാത്രം ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് എന്ന് പറയുന്നത്? ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്കൂ. ഞാനിത് നിങ്ങളൊരു അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അത് മഞ്ജുഷിനോടും കൂടെ ചേർത്താ പറയുന്നത്. ഞാനൊരു അന്വേഷണ കമ്മീഷന്റെ കാര്യമല്ലെന്നേ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ചതഞ്ഞറിഞ്ഞ് തോൽക്കുക എന്നുള്ള നിലയിലാണ് 2014 തോൽവി കോൺഗ്രസ് സംഭവിക്കുന്നത്. ആ തോൽവി എന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിക്കുന്ന CWC ആണ് വേണ്ടത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ജയചന്ദ്രൻ സാർ, ഈ ഞങ്ങള് ഇപ്പൊ CPMന്റെ തോൽവി, ചതഞ്ഞറിഞ്ഞു പോയ തോൽവിയോ അല്ലെങ്കിൽ കോൺഗ്രസ് ചതഞ്ഞറിഞ്ഞ തോൽവിയോ, അതൊന്നും സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തോക്കുക ജയിക്കുകയോ ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ എന്തുകൊണ്ട് തോറ്റു എന്നത് അംഗീകരിക്കാത്തതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഞങ്ങള് ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RDP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ INSP ജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി വീശെടുത്ത് കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, മീശ എടുക്കൂ, എടുക്കണം മീശ. ഒരു തെളിവുമില്ലാത്ത ഈ BJP UDF ഡീൽ എന്ന് പറയുന്നത് അതാണ്. ഈ BJP UDF ഡീൽ എന്ന് പറയാൻ ഇനിയെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ എന്തുകൊണ്ട് CPM തയ്യാറാകുന്നില്ല? കണക്കുകൾ സംസാരിച്ചു കഴിഞ്ഞല്ലോ ശ്രീ M. ജയചന്ദ്രൻ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അല്ലാതെ നിങ്ങൾ എന്തിനാണ് മഞ്ജുഷ അങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾ അങ്ങനെ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടെന്നേ. കഴുതേ, ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ചിന്റെ അസ്ഥിയിലൊടിക്കും. ബ്ലഡി ഫൂൾ. ഇത് ആ പാർട്ടിക്ക് അവരുടെ തോൽവിയെ സംബന്ധിച്ച് ഒരു ദിവസം സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും 2 ദിവസം സ്റ്റേറ്റ് കമ്മിറ്റിയും കൂടി വിശദമായി ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അവരെത്തിയ നിഗമനമാണ്
സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണച്ചാ. എന്ത് പ്രശ്നം? സമരത്തിന് പോകണം, അടിപിടിക്ക് പോകണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക, നമ്മളൊന്നും അറിയണ്ടല്ലോ, എല്ലാ അണികൾ ചെയ്തോളും. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിന്റെ ഈ സാരാംശം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി വിഷയത്തിൽ, അയ്യപ്പ സംഗമത്തിൽ, ഇതിലൊക്കെ വീഴ്ചകൾ പറയുകയാണ്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിച്ചത്, ഇതൊക്കെ സംസ്ഥാന നേതാക്കൾക്ക് പറ്റിയ തെറ്റാണ്. അത് കീഴ്ഘടകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ആ രീതിയിൽ സമ്മതിക്കുന്നുമില്ല. ഇനി എന്നാ നിനക്കൊക്കെ ബുദ്ധിയും വിവേക അന്തസ്സൊക്കെ ഉണ്ടാവും? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യം മിണ്ടുന്നുമില്ല കേട്ടോ ശ്രീ ജയചന്ദ്രൻ. അത് മാത്രമല്ല, അവസാനം എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഒടുവിൽ പറയുന്നു വ്യാജ പ്രചാരണങ്ങളായിരുന്നു എല്ലാം, അത് ജനങ്ങൾ വിശ്വസിച്ചു എന്ന്. അതെന്ത് വിലയിരുത്തലാണത്? ഉത്തമ ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിൽ നിന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. അങ്ങനെയല്ല മഞ്ജുഷേ, അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ പുറത്ത് പറഞ്ഞതിനേക്കാളും കൂടുതൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ പാർട്ടി സെന്റർ അപ്പാടെ ഈ ജനങ്ങളുടെ പൾസ് വിലയിരുത്തുന്നതിൽ വേണ്ടത്ര എന്നല്ല, ഒട്ടും തന്നെ വിജയിച്ചില്ല. ഇതായിരുന്നു പ്രയോഗം, ഇതായിരുന്നു, വേണ്ടത്ര എന്നല്ല, ഒട്ടും തന്നെ വിജയിച്ചില്ല. ഈ പറയുന്നത് പോലൊന്നും അല്ല ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടെ ഈ ഡീപ്പർ ഇൻസൈറ്റിലേക്ക് പോകേണ്ടതുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ. ആ ഡീപ്പർ ഇൻസൈറ്റില്ലാത്ത നേതാക്കളൊന്നും അല്ല CPM-ലുള്ളത്. അതെ അതെ, 5 പൈസയുടെ ബോധമുള്ള ആരെങ്കിലും ഉണ്ടോ? പക്ഷേ പറയാവുന്ന കാര്യങ്ങളിലേ പറയാൻ പറ്റൂ പലപ്പോഴും. അതുകൊണ്ട് ആ ഒരു തരത്തിലുള്ള ചർച്ചകൾ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.